വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൊല്ലം ജില്ലയിലെ പത്തനാപുരമാണ്. നിലവിൽ ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ്. 2001 മുതൽ KB ഗണേഷ് കുമാറാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അവിടെ അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ, എതിര് നിൽക്കാൻ ഒരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല. 2016 അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. എന്നാൽ 2021 വന്നപ്പോൾ ഭൂരിപക്ഷം 14,336 കുറയുന്ന ഒരു കാഴ്ച കണ്ടു. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം ടേമിൽ ഗതാഗത മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ ചുമതലയേറ്റതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷോ ഓഫുകളൊക്കെ പലതും കാണിക്കുന്നുണ്ട്. അത് ആ മണ്ഡലത്തിൽ വിജയിക്കാനുള്ള ചില പൊടിക്കൈകൾ മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെ ശക്തമായ ഒരു പോരാട്ടം അടുത്ത തവണ നടക്കുമെന്ന ഉറപ്പാണ്. ഒരുപക്ഷെ UDF പത്തനാപുരത്ത് വിജയം നേടുമോ എന്ന് ആകാംക്ഷയോടെ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യവുമാണ്. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടാക്കിയ ജില്ലകളിൽ ഒന്നാണ് കൊല്ലം ജില്ല. അവിടെ ആകെയുള്ള 71 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 33 LDF നേടിയപ്പോൾ 32 പിടിച്ചുകൊണ്ട് UDF തൊട്ടു പിന്നിലുണ്ട്. കോർപ്പറേഷൻ ഭരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF പിടിച്ചു. അത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ തന്നെ ആ ജില്ലയിൽ പറയാനുണ്ട്. എങ്കിൽ പോലും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നേട്ടമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മികവ് കാഴ്ചവെച്ചിരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം, അത് പത്തനാപുരമാണ്. അവിടുത്തെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. പത്തനാപുരം മണ്ഡലം എന്ന് പറയുന്നത് 8 പഞ്ചായത്തുകളും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പൂർണ്ണമായും, ഒപ്പം തന്നെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ 6 ഡിവിഷനുകളും കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ 3 ഡിവിഷനുകളും ചേർന്നതാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അതായത് പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ 8 പഞ്ചായത്തുകളുണ്ട്. ഒപ്പം തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, അതായത് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത്, ഒപ്പം തന്നെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ 6 ഡിവിഷനുകളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും. അതിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു UDFന്റെ പ്രകടനം എന്ന് നോക്കാം. 8 പഞ്ചായത്തുകളാണ് ഉള്ളതെന്ന് നേരത്തെ പറഞ്ഞു. അതിൽ 6 പഞ്ചായത്തുകളും ഇത്തവണ UDF സ്വന്തമാക്കി. 2 പഞ്ചായത്തിൽ മാത്രമാണ് LDFന് വിജയിക്കാനായത്. അതായത് 8 പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ പത്തനാപുരം പഞ്ചായത്തുണ്ട്, പട്ടാഴിയുണ്ട്, പട്ടാഴി വടക്കേക്കരയുണ്ട്, പിറവന്തൂറുണ്ട്, തലവൂരുണ്ട്, മേലില. ഈ 6 UDF സ്വന്തമാക്കിയിരിക്കുന്നത്. വെട്ടിക്കവലയും വിളക്കുടിയും ഈ 2 പഞ്ചായത്തുകള് LDF സ്വന്തമാക്കി. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 2 പഞ്ചായത്തുകൾ LDF നേടിയെങ്കിലും വിളക്കുടിയില് കേവലം ഒരു സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷമാണ്, മേൽക്കൈയാണ് LDFനുള്ളത്. വെട്ടിക്കവലയിൽ 2 സീറ്റുകളുടെ ഭൂരിപക്ഷവും ഒരുപക്ഷെ ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ആ 2 പഞ്ചായത്തുകൾ കൂടി, അതായത് 8 പഞ്ചായത്തുകളും UDFന് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഈ 8-ൽ 6-ലും വിജയിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം UDF ഇത്തവണ അവിടെ നടത്തുകയുണ്ടായി. ഈ പറയുന്ന പോലെ ആ 6 പഞ്ചായത്തുകൾ UDF നേടിയതില് പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത്, പത്തനാപുരം പഞ്ചായത്ത്, ഈ 2 പഞ്ചായത്തുകളിൽ 50 വർഷങ്ങൾക്കിടെ ആദ്യമായിട്ടാണ് UDF അവിടെ ഭരണം നേടുന്നത് എന്നതാണ്. കാരണം അത്തരത്തിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് LDF കൈവശം വെച്ചിരിക്കുന്ന 2 പഞ്ചായത്തുകളാണ് പത്തനാപുരം പഞ്ചായത്തും, ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്തും. പത്തനാപുരം നമുക്കറിയാം, ആ മണ്ഡലത്തിൽ CPM-നും CPI-ക്കും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് B-ക്കും വ്യക്തമായ മേധാവിത്വമുള്ള, ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ 50 വർഷമായിട്ട് LDF തങ്ങളുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന 2 പഞ്ചായത്തുകളെ ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, കാലാവസ്ഥ മാറി മറിഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പൂർണ്ണമായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിലെ 6 ഡിവിഷനുകളും ചേരുന്നുണ്ട്. മൊത്തത്തിൽ 20 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ളത്. ഇതിൽ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ 14 ഡിവിഷനുകളുണ്ട്. ആ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി UDF സ്വന്തമാക്കിയിട്ടുണ്ട്. ആ 14 ഡിവിഷനുകളിൽ 10-ലും UDF ആണ് വിജയിച്ചിരിക്കുന്നത്. ഇനി ഈ പറയുന്ന പോലെ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിലെ 6 ഡിവിഷനുകളാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത്. ആ 6 ഡിവിഷനുകളും UDF ആണ് സ്വന്തമാക്കിയത്. എന്നാൽ
വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം UDF-ന് ലഭിച്ചില്ല. അവിടെ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിൽ മൊത്തത്തിൽ 15 ഡിവിഷനുകളാണുള്ളത്. അതിൽ 7 എണ്ണം മാത്രമേ UDF-ന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 8 എണ്ണം ജയിച്ച ഒരു സീറ്റിന്റെ വ്യത്യാസത്തിന് അവിടെയും UDF-ന് ഭരണം നഷ്ടമാകുന്ന ഒരു കാഴ്ച കണ്ടു. അങ്ങനെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ മൊത്തത്തിൽ 20 എണ്ണത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് 16 എണ്ണത്തിലും UDF ജയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് വരുമ്പോൾ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത്. അത് പത്തനാപുരം, ഒപ്പം തന്നെ തലവൂര്, വെട്ടിക്കവല എന്നിവയാണ്. പത്തനാപുരം ഡിവിഷൻ LDF വിജയിച്ചു. എന്നാൽ തലവൂര് ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF ജയിക്കുന്ന ഒരു കാഴ്ച കണ്ടു. വെട്ടിക്കവല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും UDF ആണ് വിജയിച്ചത്. അങ്ങനെ ആ നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 2ലും UDF-ന് വിജയിക്കാൻ കഴിഞ്ഞു. ആ മണ്ഡലത്തിൽ മൊത്തത്തിൽ ഏതാണ്ട് 2500-ലധികം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷം UDF-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അത് എങ്ങനെ സാധിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ചെന്ന് നിൽക്കുന്നത് ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിലേക്കാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാറിനോട് ഏറ്റുമുട്ടുമ്പോൾ വലിയ വിജയപ്രതീക്ഷയൊന്നും ഈ പറയുന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്കോ കോൺഗ്രസിനോ ഇല്ല. എങ്കിൽ പോലും തൊട്ടു മുൻപുണ്ടായിരുന്ന ഭൂരിപക്ഷം അത് ഗണ്യമായി കുറയ്ക്കാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കഴിഞ്ഞു. 14,336 വോട്ടുകൾക്കാണ് KB ഗണേഷ് കുമാർ അവിടെ ജയിച്ചത്. ഒരു ഘട്ടത്തിൽ ജ്യോതികുമാർ ചാമക്കാല വലിയൊരു വെല്ലുവിളിയാണ് KB ഗണേഷ് കുമാറിന് ഉയർത്തിയത്. അപ്പോൾ അവിടെ ആ തോറ്റെങ്കിൽ പോലും പിന്നീട് ആ 5 വർഷം ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ആ മണ്ഡലത്തിലെ ജനങ്ങളിൽ ഒരാളായിട്ട്, സാധാരണക്കാരിൽ ഒരുവനായിട്ട് മാറി ജനങ്ങളുടെ നീർന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരത്തിനായിട്ട് അവിടെ നിന്ന് തന്റെ പ്രവർത്തന മണ്ഡലം അതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജ്യോതികുമാർ ചാമക്കാലയാണ് പത്തനാപുരത്തിനും കേരളത്തിനും കാണാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രവർത്തനങ്ങളെ അടുത്തിടയ്ക്ക് KB ഗണേഷ് കുമാർ നിശിതമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒരാളിങ്ങനെ ഒരു ഇതുമില്ലെങ്കിലും, ഒരു പദവിയും ഇല്ലെങ്കിലും എല്ലാ വീടുകളിലും കയറി, മരണപ്പെട്ട വീടുകളിലും കല്യാണമുള്ള വീടുകളിലും ജനനം നടക്കുന്ന വീടുകളിലും എല്ലാം തന്നെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേരെടുത്ത് പറയാതെ ജ്യോതികുമാർ ചാമക്കാലയെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. കാരണം ജ്യോതികുമാർ ചാമക്കാല അത്തരത്തിൽ ആ പത്തനാപുരം മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അവരിൽ ഒരുവനായിട്ട് മാറി അങ്ങനെ വലിയൊരു സ്വാധീനം ചെലുത്തിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിന്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഗണേഷ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. എന്തായാലും ജ്യോതികുമാർ ചാമക്കാലയുടെ ആ പ്രവർത്തനം, ജനങ്ങൾക്കൊപ്പം നിന്നുള്ള ആ പ്രവർത്തനം, തോറ്റിട്ടും താൻ വിട്ടുപോയില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ തങ്ങളോടൊപ്പം കാണും എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ ആ പ്രവർത്തനത്തിന് വിജയം കാണാൻ കഴിഞ്ഞത്. സാധാരണ നമുക്കറിയാം, ജയിച്ചാൽ പോലും ആ ജനപ്രതിനിധിയെ നമുക്ക് ആ മണ്ഡലത്തിലോ അല്ലെങ്കിൽ വാർഡിലോ ഒന്നും തന്നെ കാണാൻ കിട്ടുന്ന ഒരു സാഹചര്യമില്ല. എന്നാൽ അതിൽ നിന്ന് വിപരീതമായിട്ട് തോറ്റിട്ടും തങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെയാണ് ജ്യോതികുമാർ ചാമക്കാലയിൽ പത്തനാപുരത്തുകാർ കണ്ടത്. അതിന്റെ ഒരു മാറ്റമാണ് പത്തനാപുരത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ്. മന്ത്രിയായിട്ടൊക്കെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് തന്റെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ വലിയൊരു നേട്ടം, ഒരു മുന്നേറ്റം UDF ഉണ്ടാക്കുന്നത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചകമായിട്ട് തന്നെ കാണുകയാണ്. കൊല്ലത്ത് മൊത്തത്തിൽ വലിയ രീതിയിൽ UDF-ന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പത്തനാപുരത്തെ ആ നേട്ടമാണ് കൂടുതൽ തിളക്കമാർന്ന് അങ്ങനെ നിൽക്കുന്നത്. കാരണം ഈ പറയുന്ന കൊല്ലം ജില്ലയിലെ UDF ഭരണം നേടിയ 32 പഞ്ചായത്തുകളിൽ 6 എണ്ണവും ഈ പറയുന്നത് പോലെ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നവയാണ്. ബാക്കി പറയുന്ന 10 നിയമസഭാ മണ്ഡലങ്ങളിലായിട്ട് ഏതാണ്ട് 26 പഞ്ചായത്തുകളിൽ മാത്രമാണ് UDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ പത്തനാപുരത്ത് ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം എത്രത്തോളം വലുതാണ് എന്നത് ആ കണക്കുകൾ തന്നെ പറയുന്നുണ്ട്. അതിന്റെ ചുക്കാൻ പിടിച്ചത്, അതിന്റെ സൂത്രധാരൻ അത് ജ്യോതികുമാർ ചാമക്കാലയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാറിന്റെ അടിതെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ ജ്യോതികുമാർ ചാമക്കാല സൃഷ്ടിക്കുമെന്നാണ് നിലവിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ വിലയിരുത്തുന്നത്.